നമ്മൾ കാണാൻ പോകുന്നത് സെക്ഷൻ ഈ സീസൺ 2 ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ബാക്കി എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എക്സ്പ്ലനേഷൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിരിക്കും ഇത്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത ശേഷം മാത്രം ഇത് കാണാം കേട്ടോ. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് മാർക്ക് നല്ല ദേഷ്യത്തോടു കൂടി ആരിസിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കാരണം ജാസ്പറിനെ സെക്ഷൻ ഈ എന്ന് പറഞ്ഞു വിടാനുള്ള ഒരു ഇതിലായിരുന്നു ആരിസ് നിന്നിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ആരിസിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. നല്ല രീതിയിൽ അവിടെ അവരെ കിടന്ന് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ യൂറി വന്നിട്ട് പിടിച്ചു മാറ്റുന്ന യൂറിയും രണ്ടെണ്ണം ആരിസിനിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ജാസ്പറിനെ സെക്ഷൻ ഈ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ആരിസിന് നല്ല രീതിയിൽ പെടാപ്പാട് വിടുന്നുണ്ട്. പക്ഷെ ആരിസിൻ്റെ ഒക്കെ ഒരു വാക്കിന് ഇതായിട്ട് ജാസ്പർ അവരെ നല്ല രീതിയിൽ നിർത്തിയിട്ട് അവൾ പറയുന്നുണ്ട് സെക്ഷൻ ഈ വിട്ട് പോകാൻ അവൾ തീരുമാനിച്ചിട്ടില്ല, അവൾക്ക് എന്തിനേക്കാളും വലുത് സെക്ഷൻ ഈ ആണെന്നുള്ള കാര്യം. അത് കേട്ടിട്ട് ആരിസ് മാക്സിമം അവളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം അച്ഛനെ കാണിച്ചിട്ട് അച്ഛൻ്റെയോടൊപ്പം നിൽക്കാന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ടും അവളെ മെൻ്റലി മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജാസ്പർ തികച്ചും പറയുന്നുണ്ട് സെക്ഷൻ ഈ വിട്ട് പോകാൻ ഏതൊരു കാരണവശാലും സാധിക്കില്ല, സെക്ഷൻ ഈ ആണ് അവൾക്ക് പ്രധാനം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാർക്ക് പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാണെങ്കിലും നീ സെക്ഷൻ ഇയിൽ നിൽക്കുകയാണെങ്കിൽ നിൻ്റെ അച്ഛനുമായിട്ട് കണക്ട് ചെയ്ത് നിൻ്റെ അച്ഛനുമായിട്ട് സ്നേഹത്തോടെ സംസാരിക്കാനൊക്കെ പറ്റുന്നും അവളോട് പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ടെറസിൻ്റെ മുകളിലേക്ക് പോയിട്ടുള്ള മാർക്കിനെയാണ്. ഒപ്പം മാർക്കിന് ചുണ്ടും സൈഡൊക്കെ അടി ഉണ്ടാക്കിയതിൻ്റെ ഇടയിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു. സോ അവിടെ നമ്മുടെ ഐസ് പാക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ജാസ്പറും വന്നിട്ടുണ്ട് കേട്ടോ. ജാസ്പർ അവിടെ പോയിട്ട് കൊടുക്കാൻ നിന്നതായിരുന്നു. പക്ഷെ നമ്മുടെ മാർക്ക് അതിനെ സമ്മതിച്ചില്ല. അവളെ കൊണ്ട് തന്നെ ഐസ് പാക്ക് വെക്കാൻ നോക്കിക്കുന്നുണ്ടായിരുന്നു. അവൾ ഭയങ്കര ജെൻറ്റിലല്ലാത്ത പോലെ വെക്കുമ്പോൾ അവൻ ജെൻറ്റിലായിട്ട് വെക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഓരോ കാര്യങ്ങൾ കൊണ്ട് അവിടെ പോകാൻ നിൽക്കുന്ന സമയത്ത് അവൻ തിരിച്ചു പിടിച്ചിട്ട് അവൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ന്യൂ ഇയർ പാർട്ടിക്ക് ഇടയിൽ നടന്നൊരു സംഭവമാണ്. അതിലും നമ്മുടെ മാർക്ക് നമ്മുടെ ജാസ്പറിനോട് പറയുന്നത് നീ എൻ്റെ കൂടെ വേണം, എൻ്റെ ഒപ്പം നിൽക്കണം എന്ന് പറയുന്നത് നമ്മുടെ യൂറി കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ യൂറി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ യൂറി അവരോട് പറയുന്നുണ്ട് ജാസ്പറിന് വേണ്ടിയിട്ട് നിന്നെയായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ തയ്യാറാണെന്നുള്ള കാര്യം. അപ്പോൾ ഇതെല്ലാം കേട്ട് വളരെ ഞെട്ടി, ഒരു സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുക കേട്ടോ നമ്മുടെ ജാസ്പർ. അപ്പോൾ ഇതിന്ന് നമുക്ക് മനസ്സിലാക്കാം ജാസ്പറിന് വേണ്ടിയിട്ട് യൂറിയും കെയ്ഫും മാർക്കും തമ്മിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഫൈറ്റിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ജാസ്പറിന് ഭയങ്കര പേടിയാണ്. ഇത്രയും ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ തനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടാണ് അവൾ പെട്ടെന്ന് ഞെട്ടിയൊക്കെ ഉണരുന്നത്. പക്ഷേ അവൾ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് വളരെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റോണി വന്നിട്ടുണ്ടായിരുന്നു. റോണിയുടെ ഒപ്പം റോണി വരികയല്ല, അവനും ലേറ്റ് ആയിരുന്നു. അപ്പോൾ അവൾ നടന്നു പോകുന്ന കണ്ടിട്ട് അവനും ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് റോണി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, കുറച്ച് പേര് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. വേറെ ആരുമല്ല, നമ്മുടെ റാമും റാംസിൻ്റെ ടീംസും ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കുമായിട്ട് ശത്രുത ഉള്ളതാണ്. അപ്പോൾ ജാസ്പറും മാർക്കിൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്നുള്ള രീതിയിലാണ് ഇവർ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഈ ടീംസും അവനും വന്നിട്ടുണ്ടായിരുന്നത്. റോണിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായതുകൊണ്ട് തന്നെ അവളെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നിൽ കൂടുതൽ ആളുകളായതുകൊണ്ട് തന്നെ റോണിക്ക് അത് അങ്ങനെ തടുത്ത് നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒപ്പം ജാസ്പറും കൂടെ ആ ഫൈറ്റിൻ്റെ ഇടയിൽ കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജാസ്പറിന് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നുണ്ട്. പക്ഷെ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റോണി അവിടെ ഇടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഒരു ആയുധം കൊണ്ട് അവളെ ഉപദ്രവിക്കാൻ നോക്കുകയായിരുന്നു. പക്ഷേ ചോര തിന്നിയിട്ടുണ്ടായിരുന്നു നമ്മുടെ റോണിയുടെ മേത്തുനിന്നാണ്. കാരണം നമ്മുടെ ജാസ്പറിനെ അവൻ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവിടെ ജാസ്പറിന് കൊള്ളേണ്ട ആ ഒരു കുത്ത് കൊണ്ടിട്ടുണ്ടായിരുന്നത്, കുത്തല്ല ജസ്റ്റ് സ്ക്രാച്ച് കൊണ്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ റോണിയുടെ പുറത്തായിരുന്നു. തികച്ചും മാർക്കിനോടുള്ള വ്യക്തി വിദ്വേഷത്തിൻ്റെ പേരിലാണ് ഇവിടെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ജാസ്പറിനെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. റോണി ഉള്ളതുകൊണ്ട് മാത്രമാണ് അവൾ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ സ്ക്രാച്ച് നേരെ റോണിയുടെ പുറത്തായിരുന്നു കൊണ്ടിട്ടുണ്ടായിരുന്നത്. ജാസ്പറിനെ ഉപദ്രവിക്കാൻ നോക്കിയതായിരുന്നു. പക്ഷേ റോണി അത് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ബ്ലഡ് ചിന്നിട്ടുണ്ടായിരുന്നു. ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജാസ്പറിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് സീസൺ 1 കണ്ടവർക്ക് അറിയാലോ. പിന്നീട് നമ്മൾ കാണുന്നത് സെക്ഷൻ ഈ ക്ലാസ് ആണ്. യൂറിയും കെയ്ഫ് അല്ലെങ്കിൽ മാർക്കും തമ്മിൽ ഓരോന്ന് സംസാരിച്ചിരിക്കുകയായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ, ന്യൂ ഇയർ പാർട്ടിക്കിടയിൽ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് സംസാരിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇവർ ഇതുവരെ ആയിട്ടും നമ്മുടെ ജാസ്പർ ക്ലാസ്സിലേക്ക് വന്നിട്ടില്ല എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ജാസ്പറിൻ്റെ ഫോൺ ട്രാക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് ഹോസ്പിറ്റലിലാണെന്നാണ്. അപ്പോൾ സെക്ഷൻ ഈത്ത് എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലോട്ട് പോയിരിക്കുകയാണ്. കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ് ഈ ഒരു ജാസ്പർ. സോ അവൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്താണ് സംഭവം എന്നറിയാതെ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാണ്. അവളുടെ പേര് വിളിച്ചുകൊണ്ടാണ് എല്ലാവരും ഓടുന്നത്. ഡ്രിക്സിനോടൊക്കെ ഓരോ സ്ഥലത്തേക്ക് ഓടാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തികച്ചും പേടിയോട് കൂടിയിട്ടാണ്. കാരണം ജാസ്പറിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു ടെൻഷനോട് കൂടിയിട്ടാണ്. യൂറിയൊക്കെ തികച്ച് ഓടി എവിടെയാണെന്നുള്ള രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കാണെങ്കിൽ അവിടെ റിസപ്ഷനിൽ ചെന്നിട്ട് ഭയങ്കര വയലൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. അവളുടെ പേര് ജാസ്പർ ജീൻ മരിയാനോ എന്നാണല്ലോ, അതാണ് നമ്മൾ ഷോർട്ടാക്കിയിട്ട് ജാസ്പർ എന്ന് പറയുന്നത്. സോ അവളുടെ പേരൊക്കെ അവിടെ ചോദിച്ചിട്ട് ഇങ്ങനെ അത് പറഞ്ഞു കൊടുക്കാൻ നിൽക്കുന്നതിന് മുന്നേ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ഭയങ്കര വയലൻ്റ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ റോണീൻ്റെ അടുത്ത് അവർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ചോദിക്കുന്നത് ജാസ്പർ എവിടെയാണ്, എന്താണ് സംഭവിച്ചത്, ഇതൊക്കെ റോണി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. റാമിൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ മാർക്കിനോടുള്ള വിദ്വേഷത്തിൻ്റെ പേരിൽ ജാസ്പർ ആണ് അവൻ്റെ ഗേൾ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അവൾ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്
വന്നതായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ റോണി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലായിരുന്നു നമ്മുടെ ഡേവിഡിൻ്റെ എൻട്രി. കാരണം ഡേവിഡ് ആയിരുന്നു ഇവരെ ഇവിടെ ഹോസ്പിറ്റലൈസ് ആക്കിയതും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ കൂടുതൽ കാര്യങ്ങൾ അവരെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. സോ അവനെ കണ്ടപ്പോൾ കെയ്ഫ് അല്ലെങ്കിൽ മാർക്ക് പറയുന്നുണ്ടായിരുന്നു, നീ വലിയ ഹീറോ ഒന്നും ആവണ്ട, നീ എന്ത് കാര്യം ഉണ്ടെങ്കിലും ആദ്യം എന്നെ അറിയിക്കണം, എന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ഭയങ്കര അഹങ്കാരത്തോട് കൂടിയിട്ട് മാർക്ക് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു പൊസസീവ്നെസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡേവിഡ് ഒരാളെ കോൾ ചെയ്യുന്നുണ്ട്. ആരാ എന്താണെന്നൊന്നും വ്യക്തമാക്കുന്നില്ല. പക്ഷെ നമ്മുടെ ജാസ്പറിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ജാസ്പർ എങ്ങനെയുണ്ട്, ജാസ്പർ ഓക്കെ തന്നെയാണ്, മാർക്കിന്റെ ഗേൾ ഫ്രണ്ട് എന്ന രീതിയിലാണല്ലോ നമ്മുടെ റാമിന്റെ ആൾക്കാർ അവരെ ഉപദ്രവിക്കാൻ നോക്കിയത്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. കൂടെ തന്നെ യൂറിയും മാർക്കും തമ്മിൽ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഫൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ജാസ്പറിനോട് വളരെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഇതുവരെ കോൾ ചെയ്യുന്നത്. ആരാന്നൊന്നും പറയുന്നില്ല. എന്താണ് നെക്സ്റ്റ് പ്ലാൻ എന്ന് ചോദിക്കുന്നുണ്ട് ഡേവിഡ്. പക്ഷേ പറയും നോട്ട് യെറ്റ് എന്നാണ് പറയുന്നത്. വേറൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ജാസ്പർ ആണെങ്കിൽ യൂണിഫോമിന്റെ ബ്ലഡ് കറ നോക്കിയിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. അവൾക്കാണെങ്കിൽ ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ട്രോമയും കാര്യങ്ങളൊക്കെ വരില്ലോ. സീസൺ 1 കണ്ടവർക്ക് അറിയാം, നമ്മുടെ ഒരു എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കും അവളും കൂടെ ചെറിയൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായ ടൈമിൽ അവളുടെ മുഖത്ത് ബ്ലഡ് വന്നിട്ട് ഭയങ്കര വയലന്റ് ആയിട്ട് അവൾ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ അവൾ ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ അവരുടെ ഒരു ട്രോമ കാരണമാണ്. ആർക്കും യൂറി ആണെങ്കിൽ നമ്മുടെ ജാസ്പറിനെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ ഓരോ ഫ്ലോറിലും ചെന്ന് അന്വേഷിക്കുന്നുണ്ട്. ഫൈനലി മാർക്ക് കണ്ടെത്താണ് ജാസ്പർ ഒരു സ്ഥലത്ത് നിന്ന് യൂണിഫോമിന്റെ ആ ബ്ലഡ് നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന കാര്യം. അവനറിയാം അവൾക്ക് ആ ഒരു ബ്ലഡ് കണ്ടുകഴിഞ്ഞ ഒരു ട്രോമയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന കാര്യം. അപ്പോൾ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. ഓടി ചെന്നിട്ട് അവൾ കരയുകയാണ്. അവൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ ഭയങ്കര വിഷമം, ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിലിരിക്കുകയാണ്. അവൾക്ക് ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ കൺട്രോൾ മൊത്തത്തിൽ പോകും. അവൾ മാക്സിമം കൺട്രോൾ ചെയ്യാൻ നോക്കലുണ്ട്, പക്ഷെ അവൾക്ക് പറ്റലില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മാർക്ക് അവളെ നല്ല രീതിയിൽ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും അവൻ അവളുടെ കൂടെ ഉണ്ടാവുന്ന അവൾക്ക് വാക്ക് കൊടുക്കുക കേട്ടോ. അങ്ങനെ അവളെ ആശ്വസിപ്പിച്ച് ഏകദേശം ഓക്കെ ആവുന്നുള്ള തോന്നുന്ന സമയമാകുമ്പോൾ മാർക്ക് അവളെ എടുത്തുകൊണ്ട് പോവുക കേട്ടോ റിസപ്ഷനിലോട്ട്. കാരണം അവിടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാർക്ക് ജാസ്പറിനെ ഒരു കുട്ടി എന്ന പോലെ വളരെ കെയർ ആയിട്ട് ഇങ്ങനെ എടുത്ത് അവളെ ആശ്വസിപ്പിച്ച് കൊണ്ടുവരുന്ന ആ ഒരു സീനാണ് നെക്സ്റ്റ് നമ്മുടെ യൂറി കാണുന്നത്. സോ അവന് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുന്നത്, ഹേർട്ടല്ല അവന് ഭയങ്കര പൊസസീവ് ജലസ് ആവുന്നുണ്ട്. എന്നിട്ട് യൂറി ആണെങ്കിൽ നമ്മുടെ ജാസ്പറിനെ കണ്ട സന്തോഷത്തിൽ അവൾക്ക് എന്ത് പറ്റിയെന്നുള്ള സങ്കടത്തിൽ അവളുടെ അടുത്ത് ഓടി ചെന്നിട്ടുണ്ടായിരുന്നു. മാർക്ക് എടുത്തത് കാരണം തന്നെ മാർക്കിനോട് പറയുന്നുണ്ട് അവൻ്റെ അടുത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവളെ. പക്ഷെ അവന് കൊടുക്കില്ല എന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടുന്ന് രണ്ടുപേരും നല്ല ദേഷ്യത്തോട് കൂടി പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ. രണ്ടുപേർക്കും നമ്മുടെ ജാസ്പറിനെ ഇഷ്ടമായതിൻ്റെ ആ ഒരു നോട്ടാണ്. രണ്ടുപേർക്കും ജലസ് അടിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ ജാസ്പർ നല്ല രീതിക്ക് പെട്ടിട്ടുണ്ടായിരുന്നു. മനസ്സുകൊണ്ട് അവൾക്ക് മാർക്കിനെ ഇഷ്ടമെങ്കിലും അവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ള യൂറിയോടൊപ്പമാണ്. തുടർന്ന് എന്ത് സംഭവിക്കുന്നു അവൾക്കും ഭയങ്കര എന്താ പേടിയാണ്. കാരണം തമ്മിൽ ഫ്രണ്ട്സ് അവൾക്ക് വേണ്ടിയിട്ട് പരസ്പരം ഫൈറ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം. ഇതിനെ തുടർന്ന് തന്നെ യൂറി മാർക്കിനോട് പറയുന്നുണ്ട് ജാസ്പറിനെ സ്വന്താക്കാൻ വേണ്ടിയിട്ട് തന്നോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ യൂറി തയ്യാറാണെന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് നമ്മുടെ എപ്പിസോഡ് 1 ഇവിടെ അവസാനിക്കുന്നത്. സെക്ഷൻ ഈ സീസൺ 2 ഫസ്റ്റ് എപ്പിസോഡ് മാത്രമേ റിലീസ് ആയിട്ടുള്ളൂ. ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് 2 പാർട്ടായിട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ ഇടാനും. ഇതൊരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. സോ ബൈ.